Hi friends, നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരലൽ സർക്യൂട്ട് ആണ്. ആർ ആൻഡ് എൽ പാരലൽ സർക്യൂട്ട്. എ സി സീരീസ് സർക്യൂട്ട് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നെക്സ്റ്റ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരലൽ സർക്യൂട്ട്സ് ആണ്. നമുക്ക് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് മൂന്നിൻ്റെയും പാരലൽ കോമ്പിനേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. രണ്ട് സർക്യൂട്ടാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. മൂന്ന് സർക്യൂട്ട്, ആർ എൽ പാരലൽ സർക്യൂട്ട്, ആർ സി പാരലൽ സർക്യൂട്ട്, സിമിലർലി ആർ എൽ സി പാരലൽ സർക്യൂട്ട്. നമ്മൾ എന്താണോ സീരീസ് സർക്യൂട്ടിൽ പറഞ്ഞത് അതേ കാര്യം തന്നെ. സോ ഐ ആം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പാരലൽ സർക്യൂട്ട് ആർ ആൻഡ് എൽ. ഇതാണ് നമ്മുടെ ഒരു പാരലൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാരലൽ സർക്യൂട്ടിൻ്റെ പ്രത്യേകത, നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അതേ വോൾട്ടേജ് തന്നെയായിരിക്കും ഇവിടെ ഇൻഡക്ടറിന് അക്രോസ് ഉണ്ടാവുക, അതേ വോൾട്ടേജ് തന്നെയായിരിക്കും നമ്മുടെ കപ്പാസിറ്ററിനും അക്രോസ് ഉണ്ടാവുക. ബട്ട് ഇതനുസരിച്ച് ഫ്ലോ ചെയ്യുന്ന ഈ വോൾട്ടേജ് സോഴ്സിനനുസരിച്ച് ഫ്ലോ ചെയ്യുന്ന കറണ്ട്, നമുക്കിവിടെ കറണ്ട് ഐ ആർ എന്നും അതേപോലെ തന്നെ ഐ എൽ എന്നും പറഞ്ഞ് രണ്ട് രീതിയിൽ എന്ത് ചെയ്തു പോകും, സ്പ്ലിറ്റ് ചെയ്തു പോകും. മീൻസ് ഇനി പാരലൽ സർക്യൂട്ട് കറണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് വഴിക്ക് പോകും, ബട്ട് വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് ടോട്ടൽ കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ഐ ആർ പ്ലസ് ഐ എൽ എന്ന് എഴുതാം. പക്ഷേ ഇവിടെ എഴുതുന്ന ഈ ഐ ആറിൻ്റെയും ഐ എല്ലിൻ്റെയും സം എന്ന് പറയുന്നത് ഇത് അൾജിബ്രായിക് സം അല്ല, ഇത് വെക്ടർ സം ആണ്. ഇറ്റ് ഷുഡ് ബി വെക്ടർ സം. കാരണം നമ്മുടെ ഇൻഡക്ടർ എന്ന് പറയുന്നത് ഇതൊരു ലാഗിങ് സർക്യൂട്ട് തരുന്ന ആളാണ്. ഇൻഡക്ടറിന്റെ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിന് 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ രണ്ട് ക്വാണ്ടിറ്റീസിനെ, റെസിസ്റ്റൻസിന്റെ കറണ്ട് ഇൻ ഫേസ് ആണ്, ഇൻഡക്ടറിന്റെ കറണ്ട് 90 ഡിഗ്രി ലാഗിങ് ആണ്. അപ്പോൾ രണ്ട് ഫേസ് ഡിഫറൻസ് ഉള്ള കറണ്ടിനെ നമുക്ക് ഒരിക്കലും ആൾജിബ്രായിക്കലി സം എടുക്കാൻ പറ്റില്ല. സോ വി ഷുഡ് കൺസിഡർ ഇറ്റ് ആസ് എ ഫേസർ ആൻഡ് വി ഷുഡ് കാൽക്കുലേറ്റ് ദ വെക്ടർ സം ഓർ ഫേസർ സം. സോ അപ്പോൾ നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ രണ്ട് രീതിയിലാണ് നമുക്ക് ഇതിനെ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സോൾവ് ചെയ്തെടുക്കുന്നത്. ഒന്ന് അഡ്മിറ്റൻസ് മെത്തേഡ് എന്ന് പറയും, അതല്ലെങ്കിൽ അതേപോലെ രണ്ടാമത് പറയുന്ന മെത്തേഡാണ് ഫേസർ മെത്തേഡ്. അഡ്മിറ്റൻസ് മെത്തേഡും അല്ലെങ്കിൽ ഫേസർ മെത്തേഡ്, ഈ രണ്ട് രീതിയിൽ നമുക്ക് ഈ സർക്യൂട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മളൊരു പുതിയ ടേം പറഞ്ഞു, ദാറ്റ് ഈസ് അഡ്മിറ്റൻസ്. എന്താണ് അഡ്മിറ്റൻസ് എന്നുള്ളത്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സീരീസ് സർക്യൂട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു ടേം പറഞ്ഞിരുന്നു, വിച്ച് ഇസ് ഇംപിഡൻസ്. നമ്മൾ അവിടെ പറഞ്ഞിരുന്ന ടേം ആയിരുന്നു ഇംപിഡൻസ്. ഇംപിഡൻസ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഹോൾ സർക്യൂട്ട്. സീരീസ് കോമ്പിനേഷനിൽ, ആർ എൽ സീരീസ് കോമ്പിനേഷനിൽ, അതല്ലെങ്കിൽ ആർ സി സീരീസ് കോമ്പിനേഷനിൽ, അതല്ലെങ്കിൽ ആർ എൽ സി സീരീസ് കോമ്പിനേഷനിൽ, ഇങ്ങനെ കമ്പോണൻസിന് സീരീസ് ആയി വരുന്ന സമയത്ത് ആ ടോട്ടൽ സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇംപിഡൻസ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് സൂചിപ്പിച്ചിരുന്നത്. അതേപോലെ ഇവിടെ വരുന്ന വാക്കാണ് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. അഡ്മിറ്റൻസ് ഇറ്റ്സ് നത്തിങ് ബട്ട് ദിസ് ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ഇംപിഡൻസ്. ഇംപിഡൻസിന്റെ ഇൻവേഴ്സിനെ പറയുന്ന പേരാണ് അഡ്മിറ്റൻസ്. ദാറ്റ് ഈസ് 1/Z. ഇംപിഡൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ Z ആയിരുന്നു, 1/Z. ആ 1/Z നമ്മൾ അഡ്മിറ്റൻസ് എന്ന് പറയും. അഡ്മിറ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ Y. സോ അഡ്മിറ്റൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ്. ഇംപിഡൻസിന്റെ റെസിപ്രോക്കലിനെ പറയുന്ന പേരാണ് അഡ്മിറ്റൻസ്. ദെൻ അപ്പോൾ നമ്മൾ ടോട്ടൽ അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും നമ്മുടെ എക്സ്പ്രഷൻ? ഇംപിഡൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് അപ്ലൈഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കറണ്ട്, V/I ആണ് നമ്മുടെ ഇംപിഡൻസ്. സോ അതിനെ നമ്മൾ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ അഡ്മിറ്റൻസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഡിവൈഡഡ് ബൈ കോമൺ അപ്ലൈഡ് വോൾട്ടേജ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ഐ, അതിന്റെ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് V ആണ്. സോ I/V or I/E, EMF എന്നോ V എന്നോ റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. സോ ടോട്ടൽ അഡ്മിറ്റൻസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഡിവൈഡഡ് ബൈ കോമൺ അപ്ലൈഡ് വോൾട്ടേജ്. റെഡി? ഇതാണ് നമ്മുടെ അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഈ അഡ്മിറ്റൻസിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്. അതിന് നമുക്ക് ഈ ഇക്വേഷനിൽ ഒരു സാധനം കൂടെ നമുക്ക് നോക്കാം. ഈ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് കറണ്ടാണ്? ഈ കറണ്ട് എന്ന് പറഞ്ഞു. ഈ കറണ്ട് എന്ന് പറയുന്നത് വെക്ടർ സം ഓഫ് അല്ലെങ്കിൽ ഫേസർ സം ഓഫ് IL ആൻഡ് IR. സോ ദാറ്റ്സ് ഈക്വൽ ടു ഫേസർ സം ഓഫ് കറണ്ട് ഡിവൈഡഡ് ബൈ അപ്ലൈഡ് വോൾട്ടേജ്. ഫേസർ സം ഓഫ് കറണ്ട് ഡിവൈഡഡ് ബൈ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് എഴുതാം. അതല്ലെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഫേസർ സം ഓഫ് സെപ്പറേറ്റ് അഡ്മിറ്റൻസ്. രണ്ടിൻ്റെയും സെപ്പറേറ്റ് അഡ്മിറ്റൻസ് എടുക്കുക. റെസിസ്റ്റൻസിന്റെ അഡ്മിറ്റൻസ് എടുക്കുക, ഇൻഡക്റ്റൻസിന്റെ അഡ്മിറ്റൻസ് എടുക്കുക, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. സോ ഫേസർ സം ഓഫ് അഡ്മിറ്റൻസ്, രണ്ടിൻ്റെയും അഡ്മിറ്റൻസിന്റെ വാല്യൂ
ആഡ് ചെയ്താലും നമുക്ക് ടോട്ടൽ അഡ്മിറ്റൻസ് കിട്ടും. അഡ്മിറ്റൻസുമായി ബന്ധപ്പെട്ട് രണ്ട് അഡീഷണൽ ഡെഫിനിഷനാണ് നമ്മൾ പറഞ്ഞത്. അഡ്മിറ്റൻസ് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ് ആൻഡ് വിച്ച് is the total current divided by common applied voltage. Total current എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ടിലുള്ള ഫേസർ സം ഓഫ് കറണ്ട്. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ആണുള്ളത്. ഫേസർ സം ഓഫ് കറണ്ട് ത്രൂ ദ റെസിസ്റ്റൻസ് ആൻഡ് ഫേസർ സം ഓഫ് കറണ്ട് ത്രൂ ഇൻഡക്ടർ ഡിവൈഡ് ബൈ അപ്ലൈഡ് വോൾട്ടേജ്. ഓർ ദാറ്റ് ഇസ് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഫേസർ സം ഓഫ് അഡ്മിറ്റൻസ്. റെസിസ്റ്റൻസിന്റെ അഡ്മിറ്റൻസ് പ്ലസ് ഇൻഡക്റ്റൻസിന്റെ അഡ്മിറ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ അഡ്മിറ്റൻസ് കിട്ടും. സോ അതാണ് നമുക്ക് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി അഡ്മിറ്റൻസിന്റെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അഡ്മിറ്റൻസിന് നമുക്ക് രണ്ട് കമ്പോണന്റ് ആയിട്ട് നമുക്ക് അഡ്മിറ്റൻസിനെ എഴുതാൻ പറ്റും. രണ്ട് കമ്പോണന്റ് ആയിട്ട് നമുക്ക് അഡ്മിറ്റൻസിനെ എഴുതാൻ പറ്റും. ഒന്ന് y cos phi. നമ്മൾ കമ്പോണന്റ് എങ്ങനെ എഴുതുന്നതെന്നുള്ള ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. y cos phi, അതേപോലെ തന്നെ y sin phi. ഫേസർ ആണ്. അപ്പോൾ ഫേസറിനകത്ത് നമുക്ക് കമ്പോണന്റ് ആക്കി എഴുതുന്ന സമയത്ത് ഒരു കോസ് കമ്പോണന്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു സൈൻ കമ്പോണന്റ്. ഈ കോസ് കമ്പോണന്റിനെ പറയുന്ന പേരാണ് കണ്ടക്ടൻസ്. കോസ് കമ്പോണന്റ് പറയുന്ന പേരാണ് കണ്ടക്ടൻസ്. അതേപോലെ സൈൻ കമ്പോണന്റിനെ പറയുന്ന പേരാണ് സസെപ്റ്റൻസ്. കോസ് കമ്പോണന്റിനെ പറയുന്ന പേരാണ് കണ്ടക്ടൻസ്, സൈൻ കമ്പോണന്റിനെ പറയുന്ന പേരാണ് സസെപ്റ്റൻസ്. സോ ഇതിൽ നിന്ന് അഡ്മിറ്റൻസ് ഈസ് ദ സം ഓഫ് കണ്ടക്ടൻസ് ആൻഡ് സം ഓഫ് സസെപ്റ്റൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇത് നമ്മളൊരു ട്രയാങ്കിൾ ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ് V ആണ്. ദെൻ ദിസ് ഇസ് അവർ സസെപ്റ്റൻസ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ബിയും കണ്ടക്ടൻസ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ G ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ വിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് G, കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫേസ് ആയിട്ടുള്ള നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജിന് ഇൻഫേസ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അപ്ലൈഡ് വോൾട്ടേജിന് 90 ഡിഗ്രി വരുന്ന കമ്പോണന്റ് ആണ് സസെപ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ രണ്ടിന്റെ വെക്ടർ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വെക്ടർ സം വരിക. ദാറ്റ് ഈസ് y. ദിസ് ഇസ് phi. സോ G I can write it as y cos phi. B I can write it as y sin phi. ഇത് രണ്ടുമാണ് നമ്മളുടെ ആരുടെ കമ്പോണൻസ്? അഡ്മിറ്റൻസിന്റെ കമ്പോണൻസ്. ഇനി ഈ അഡ്മിറ്റൻസിന്റെ യൂണിറ്റ്, കണ്ടക്ടൻസിന്റെയും സസെപ്റ്റൻസിന്റെയും അഡ്മിറ്റൻസിന്റെയും യൂണിറ്റ്, എല്ലാത്തിന്റെയും യൂണിറ്റ് ഒന്ന് തന്നെയാണ്, വിച്ച് ഈസ് മോ. ദാറ്റ് ഈസ് മോ. സോ ഇതാണ് RL പാരലൽ സർക്യൂട്ടിലുള്ളത്. RL പാരലൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോട്ടൽ കറന്റ് ഈസ് ദ ഫേസർ സം ഓഫ് സെപ്പറേറ്റ് കറന്റ്സ്. റെഡി? ടോട്ടൽ കറന്റ് ഈസ് ദ ടോട്ടൽ സം ഓഫ് വെക്ടർ സം ഓർ ഫേസർ സം ഓഫ് സെപ്പറേറ്റ് കറന്റ്സ്. ഇനി നമ്മൾ ഇതിന്റെ അഡ്മിറ്റൻസ്, ഈ ട്രയാങ്കിളിലാണ് നമ്മൾ എന്ന് പറയുന്നത് അഡ്മിറ്റൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അഡ്മിറ്റൻസ് ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ ഈ മെത്തേഡിലാണ് നമ്മൾ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആസ് വി ഡിഡ് ഇൻ സീരീസ് സർക്യൂട്ട്, എന്താണോ നമ്മൾ സീരീസ് സർക്യൂട്ടിൽ ചെയ്തിരുന്നത് അതുപോലെ ഒരു ഫേസർ ഡയഗ്രാം വരച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ബട്ട് ഇവിടെ നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ആദ്യം റെഫറൻസ് ആക്കി എടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെഫറൻസ് ആക്കി എടുക്കുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. കാരണം ഇതൊരു പാരലൽ സർക്യൂട്ടാണ്. പാരലൽ സർക്യൂട്ടിൽ നമുക്ക് വോൾട്ടേജ് ആണ് നമുക്ക് കോമൺ ആയിട്ടുള്ളത്, കറണ്ട് ആണ് ഡിഫറെന്റ്. സീരീസ് സർക്യൂട്ടിൽ നമുക്ക് കറണ്ട് ആയിരുന്നു കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ കറണ്ടിനെ നമ്മൾ റെഫറൻസ് ആക്കി എടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ വോൾട്ടേജ് റെഫറൻസ് ആക്കി എടുത്തു. വോൾട്ടേജ് റെഫറൻസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാരലൽ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസിന്റെ കറണ്ട് എന്ന് പറയുന്നത് ഈസ് ഇൻ ഫേസ് വിത്ത് ദ വോൾട്ടേജ്. ഇൻഡക്റ്റൻസിന്റെ കറണ്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് 90 ഡിഗ്രി ലാഗിങ് ബിഹൈൻഡ് ദ വോൾട്ടേജ്. സോ ദിസ് ഇസ് ദ component of current, this is the value of current corresponding to resistance, അല്ലെങ്കിൽ റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IR എന്നുള്ളത് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ്. ദെൻ IL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോൾട്ടേജിന് 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് IL ഉണ്ടാവുക. സോ IL വിച്ച് ഈസ് ലാഗ് ബൈ 90 ഡിഗ്രി ടു വോൾട്ടേജ്. ഇനി നമുക്ക് ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫേസർ സം ഓഫ് ദീസ് ടു കറണ്ട്സ്, വിച്ച് മീൻ ഇതിനെ നമ്മളൊരു പാരലോഗ്രാം ആക്കി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഡയഗണൽ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ടോട്ടൽ കറണ്ട്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? പാരലോഗ്രാം ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ റിസൾട്ടന്റ് എടുത്തു വിച്ച് ഈസ് I. I ഈസ് ദ ഫേസർ സം ഓഫ് ദീസ് ടു കറണ്ട് കമ്പോണൻസ്. ദിസ് ആംഗിൾ ഈസ് phi. Angle between voltage and current, it's called a power factor angle. Leave it. So this is the RL parallel circuit. RL parallel circuit ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിറ്റൻസ് എന്ന് പറയുന്ന ടേം ആണ്. അഡ്മിറ്റൻസ്, കണ്ടക്ടൻസ്, സസെപ്റ്റൻസ്, ഇത് രണ്ടും y cos phi, y sin phi. കണ്ടക്ടൻസ് എന്നും സസെപ്റ്റൻസ് എന്നും പറയുന്നത് അഡ്മിറ്റൻസിന്റെ രണ്ട് കമ്പോണൻസ് ആണ്. അതിന് നമ്മൾ അഡ്മിറ്റൻസ് ഫേസറിനെ നമ്മൾ
റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഇതിനെ രണ്ട് കമ്പോണൻ്റ് ആക്കി റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആളുകളാണ് കണ്ടക്ടൻസും സസെപ്റ്റൻസും. മൂന്നിൻ്റെയും യൂണിറ്റ് ഒന്ന് തന്നെയാണെന്ന് ഓർക്കുക, മോ. റെഡി? ദാറ്റ്സ് ഓൾ അബൌട്ട് RL പാരലൽ സർക്യൂട്ട്. Then we are going to discuss about RC parallel circuit. RC parallel circuit. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞതിനനുസരിച്ച് വേറെ അധികം നമുക്ക് കൂടുതലായിട്ടൊന്നും നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. RC parallel circuit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RNC parallel circuit. RNC parallel circuit. RNC parallel circuit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nothing but resistance and capacitance are in parallel. ഇവിടെ വോൾട്ടേജ് സെയിം ആണ്. റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് IR, കപ്പാസിറ്റൻസിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് IC. The total current is the phasor sum of these two currents. Then total sum of these two currents. നമുക്ക് അഡ്മിറ്റൻസ് ഉണ്ടായിരുന്നു. അഡ്മിറ്റൻസ് Y is equal to നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അഡ്മിറ്റൻസ് phasor sum of two admittance അല്ലെങ്കിൽ phasor sum of two components. ഇവിടെ വരച്ച പോലെ നമ്മൾ ഈ അഡ്മിഷൻ ട്രയാങ്കിൾ അവിടെ വരയ്ക്കുകയാണെങ്കിൽ this is my G, this is my B, lead ചെയ്യാണ് ചെയ്യുക കപ്പാസിറ്റൻസ് ആയതുകൊണ്ട് this is Y. So from this admittance triangle I can write it as Y is equal to root of G square plus B square. ഇതാണ് ടോട്ടൽ അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫേസർ വരയ്ക്കുകയാണെങ്കിൽ ഫേസർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസ് വോൾട്ടേജ് V, റെസിസ്റ്റൻസിലുള്ള കറണ്ട് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ്, കപ്പാസിറ്റൻസിലുള്ള കറണ്ട് 90 ഡിഗ്രി ലീഡിംഗ് വിത്ത് വോൾട്ടേജ്. The total current is the phasor sum of these two currents, which is like this, that is I. So ഇതാണ് RNC parallel സർക്യൂട്ടിന്റെ കാര്യം. നമുക്ക് സീരീസ് സർക്യൂട്ടിൽ പറഞ്ഞ പോലെ പാരലൽ സർക്യൂട്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സീരീസ് സർക്യൂട്ടാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അതിൽ തന്നെ പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ RLC സീരീസ് സർക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പാരലൽ സർക്യൂട്ട് എന്താണെന്നതിന് ഫേസർ ഡയഗ്രാം അഡ്മിറ്റൻസ് എന്നുള്ള സാധനം മാത്രം നമുക്ക് ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് വൺ RLC സീരീസ് സർക്യൂട്ട്. RLC പാരലൽ സർക്യൂട്ട്. R, L and C പാരലൽ സർക്യൂട്ട്. ഇത് നാലിൻ്റെയും കൂടെ പാരലൽ സർക്യൂട്ട് എടുക്കുക. നാലല്ല മൂന്നെണ്ണം. ആറിൻ്റെയും റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് പാരലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സർക്യൂട്ട് വരിക. നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, ഇവിടെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, കപ്പാസിറ്റൻസിലൂടെയുള്ള കറണ്ട് IC, റെസിസ്റ്റൻസിലുള്ള കറണ്ട് AR, ഇൻഡക്റ്ററിലൂടെ കറണ്ട് IL. So the total current is the phasor sum of these two currents, right? Then നമ്മൾ എന്ത് ചെയ്യുക? ഫേസർ ഡയഗ്രാം വരയ്ക്കുക. വോൾട്ടേജ് റെഫറൻസ് എടുത്തു, നമ്മുടെ റെസിസ്റ്റൻസ് IR, റെസിസ്റ്റൻസ് കറണ്ട് IR, ഇൻഡക്ടർ കറണ്ട് IL, കപ്പാസിറ്റൻസ് കറണ്ട് IC. Then നമുക്ക് രണ്ട് ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും 180 ഡിഗ്രിയിലാണ് ഔട്ട് ഓഫ് ഫേസ് ആയിട്ട് നിൽക്കുന്ന സാധനങ്ങളാണ്. സോ ദ ടോട്ടൽ കറണ്ട് ബിറ്റ്വീൻ IL ആൻഡ് IC I can write it as I is equal to IL minus IC. IL-ൻ്റെയും IC-യുടെയും ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും ഒരു ഡിഫറൻസ് ആയിരിക്കും. സോ IL മൈനസ് IC, ഓൾവേസ് IL is greater than IC, ഓൾവേസ് മീൻസ് 90%. സോ ഇനി നമുക്ക് ഇതിൻ്റെ മൂന്ന് വെക്ടറിൽ ഇപ്പോൾ രണ്ട് വെക്ടറായി, ഒന്ന് IL മൈനസ് ICയും അതേപോലെ തന്നെ IR. ഇതിനെ രണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഫേസ് പാരലോഗ്രാമുമായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അതിൻ്റെ ഡയഗണൽ എടുത്തു കഴിഞ്ഞാൽ ദ ടോട്ടൽ കറണ്ട് I is the phasor sum of these three currents, or I can write it as similarly എഴുതുകയാണെങ്കിൽ IR square plus IL minus IC all square. നമ്മൾ വോൾട്ടേജിൽ എഴുതിയ പോലെ എഴുതുകയാണെങ്കിൽ. സോ ഇതാണ് നമ്മളുടെ എന്ത് RLC സീരീസ് സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ടും അതിൻ്റെ ഫേസർ ഡയഗ്രാം. ഇനി നമ്മളവിടെ റെസൊണൻസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസൊണൻസ് സർക്യൂട്ടും റെസൊണൻസ് ഫ്രീക്വൻസിയും. സപ്പോസ് XL ഈക്വൽ ടു XC ആവുകയാണെങ്കിൽ ദ ടോട്ടൽ ഇൻഡക്റ്റൻസ് XL ഈസ് ഈക്വൽ ടു XC ആവുകയാണെങ്കിൽ ദ ടോട്ടൽ ഇംപിഡൻസ് ഈസ് ദ ഇംപിഡൻസ് ഓഫേർഡ് ബൈ ദ റെസിസ്റ്റൻസ് ഓൺലി. അത് ആ സർക്യൂട്ടിനെയാണ് നമ്മൾ റെസൊണൻസ് സർക്യൂട്ട് എന്ന് പറഞ്ഞിരുന്നത്. അവിടെയുള്ള റെസൊണൻസ് ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞിരുന്നു F is equal to 1/2π root LC. അതേപോലെ തന്നെ ഇവിടെയുള്ള റെസൊണൻസ്, ഇവിടെയുള്ള ഈ ഒരു സർക്യൂട്ടിലെയും റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് കണ്ടീഷൻ. XL ഈക്വൽ ടു XC ആവുകയാണെങ്കിൽ ആ സമയത്ത് ഓഫർ ചെയ്യുന്ന അഡ്മിറ്റൻസിന്റെ വാല്യൂ ആര് ഓഫർ ചെയ്യുന്നത് മാത്രമായിരിക്കും? റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് മാത്രമായിരിക്കും. സോ ദാറ്റ് ഫ്രീക്വൻസി ഈസ് സെയിം ആസ് സീരീസ് സർക്യൂട്ട്. F is equal to 1/2π root LC. സോ പാരലൽ സർക്യൂട്ട് ആയാലും സീരീസ് സർക്യൂട്ട് ആയാലും റെസൊണൻസ് ഫ്രീക്വൻസിയും റെസൊണൻസ് സർക്യൂട്ടും സെയിം തന്നെയാണ്. ദർ ഇസ് നോ ചേഞ്ച്.
സോ അപ്പോൾ അത്രയാണ് നമുക്ക് പാരലൽ സർക്യൂട്ടിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ പാരലൽ സർക്യൂട്ടിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മപ്പ് ചെയ്യുന്നു. ഒന്നാമത് പറഞ്ഞ പോയിന്റുകൾ, ഒന്ന് വോൾട്ടേജ് കോമൺ ആയിരിക്കും, V ഈസ് എ കോമൺ വാല്യൂ. സെക്കൻഡ് വൺ, IR current through the resistance is in phase with the voltage V. Then capacitance current leads voltage by 90 degree. Capacitance inductance current lags voltage by 90 degree. And the difference between inductance and capacitance current Ix, I can write it as IL minus IC. Then we defined a new term which is admittance. Admittance is the reciprocal of impedance. Impedance in the reciprocal ആണ് admittance എന്ന് പറയുന്നത്. അഡ്മിറ്റൻസിൻ്റെയും 2 കമ്പോണൻ്റ് ഉണ്ടായിരുന്നു, സസെപ്റ്റൻസും കണ്ടക്ടൻസും. 2ൻ്റെയും യൂണിറ്റ്, 3ൻ്റെയും യൂണിറ്റ് മോ തന്നെയാണ്. സോ ഇത്രയാണ് നമുക്കിപ്പോൾ പാരലൽ സർക്യൂട്ടിനെ പറ്റി പറയാനുള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഇനി താങ്ക് യു. വിൽ സീ ഇൻ നെക്സ്റ്റ് ക്ലാസ്.